നമസ്കാരം സുഹൃത്തുക്കളെ, ചാണക്യലോകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം നിങ്ങളെ എങ്ങനെ കാണണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ വില കുറഞ്ഞുപോകുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ പറഞ്ഞുവെച്ച ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാനും എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറാനും സഹായിക്കുന്ന ചാണക്യതത്വങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും മറ്റുള്ളവർ നിങ്ങൾക്ക് അർഹിക്കുന്ന വില നൽകുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു വലിയ തെറ്റ് ഇതാകാം. പണത്തേക്കാളും സൗന്ദര്യത്തേക്കാളും ഒരാളെ വിലയുള്ളവനാക്കുന്നത് മറ്റൊന്നാണെന്ന് ചാണക്യൻ 2000 വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞുവെച്ചിട്ടുണ്ട്. അത് എന്താണെന്നറിയാമോ? എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കണമെന്നുണ്ടോ? നിങ്ങളുടെ വാക്കുകൾക്ക് ലോകം വില നൽകണോ? എങ്കിൽ ചാണക്യനീതിയിലെ ഈ 5 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി നോക്കൂ. നിങ്ങളുടെ ഈ സ്വഭാവം കാരണം നിങ്ങളുടെ വില മറ്റുള്ളവരുടെ മുന്നിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വയം മാറ്റാൻ തയ്യാറല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വിജയികളായ പലരും പുറത്തു പറയാത്ത ഒരു രഹസ്യമുണ്ട്. സ്വന്തം വ്യക്തിത്വം എങ്ങനെ കരുത്തുറ്റതാക്കാം എന്നതിനെക്കുറിച്ച് ചാണക്യൻ നൽകുന്ന ആ ഉപദേശം ഇതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. സുഹൃത്തുക്കളെ, ചാണക്യന്റെ ഒന്നാമത്തെ തത്വം എന്നത് അറിവ് സമ്പാദിക്കുക എന്നതാണ്. ചാണക്യന്റെ തന്നെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം നോക്കാം. ഒരിക്കൽ മഗധയിലെ ശക്തനായ രാജാവ് ധനനന്ദൻ ചാണക്യനെ തന്റെ കൊട്ടാരത്തിൽ വെച്ച് പരസ്യമായി അപമാനിച്ചു. ദരിദ്രനായൊരു ബ്രാഹ്മണൻ എന്ന് വിളിച്ച് കൊട്ടാരത്തിന് പുറത്താക്കി. ആ നിമിഷം ചാണക്യനെടുത്ത ശപഥം തന്റെ തലമുടി കെട്ടില്ല എന്നതായിരുന്നു. പക്ഷേ ആ അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് വാളോ ആയുധമോ ആയിരുന്നില്ല, മറിച്ച് തന്റെ അറിവായിരുന്നു. ചാണക്യൻ പറയുന്നത് ശ്രദ്ധിക്കുക. വിദ്യയാണ് ദരിദ്രന്റെ ധനം. രാജാവിന്റെ സൈന്യത്തേക്കാൾ ശക്തി തന്റെ ബുദ്ധിക്കാണെന്ന് അദ്ദേഹം തെളിയിച്ചു. അറിവുള്ള ഒരു വ്യക്തിക്ക് ലോകത്ത് എവിടെയും ബഹുമാനം ലഭിക്കുമെന്നും സൗന്ദര്യത്തെക്കാളും സമ്പത്തിനേക്കാളും ഒരാളെ വിലയുള്ളവനാക്കുന്നത് അയാളുടെ വിദ്യയാണെന്നും ചാണക്യൻ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചുറ്റുമുള്ളവർ നിങ്ങളെ വില കുറച്ചു കാണുന്നുണ്ടെങ്കിൽ അവരോട് തർക്കിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുക. വിദ്യയുള്ളവന്റെ മുന്നിൽ ലോകം എന്നും തലകുനിക്കും. പോയിന്റ് 2. സംസാരത്തിൽ മിതത്വം. റിസ്ട്രെയിന്റ് ഇൻ സ്പീച്ച്. സുഹൃത്തുക്കളെ, നമ്മുടെ മൂല്യം കളയുന്ന ഏറ്റവും വലിയ കാര്യമാണ് അനാവശ്യമായ സംസാരം. ചാണക്യൻ പറയുന്നത് ശ്രദ്ധിക്കുക. വാക്കുകൾ മൂർച്ചയുള്ള ആയുധങ്ങളെപ്പോലെയാണ്, അവ പ്രയോഗിക്കേണ്ടിടത്ത് മാത്രം പ്രയോഗിക്കുക. ഒരിക്കൽ ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ പരിശീലിപ്പിക്കുമ്പോൾ നൽകിയ ഒരു പ്രധാന ഉപദേശമുണ്ട്. ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ സമൂഹത്തിൽ വിലയുള്ള ഒരു വ്യക്തിയോ ആകണമെങ്കിൽ തന്റെ നാവിലായിരിക്കണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നിയന്ത്രണം. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് കൂടുതൽ സംസാരിക്കുന്നവർ തങ്ങളുടെ ബലഹീനതകൾ അറിയാതെ മറ്റുള്ളവർക്ക് മുന്നിൽ വെളിപ്പെടുത്തുമെന്നാണ്. ഒരാൾ നിശബ്ദനായിരിക്കുമ്പോൾ ലോകം അയാളെക്കുറിച്ച് ചിന്തിക്കും. അയാൾക്ക് എന്ത് അറിവുണ്ടാകും എന്ന് അവർ അത്ഭുതപ്പെടും. എന്നാൽ അനാവശ്യമായി സംസാരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അറിവില്ലായ്മ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ എളുപ്പമാകും. ചാണക്യൻ പറയുന്നു, അമിതമായ സംസാരം നിങ്ങളുടെ അന്തസ്സ് കുറയ്ക്കും. ശരിയായ സമയത്ത് കൃത്യമായ വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരാളെ എല്ലാവരും ബഹുമാനത്തോടെയും അല്പം പേടിയോടെയും മാത്രമേ നോക്കിക്കാണൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എവിടെ മിണ്ടണം എന്നതിനേക്കാൾ ഉപരി എവിടെ മിണ്ടാതിരിക്കണം എന്ന് പഠിക്കുക. നിങ്ങളുടെ മൗനം പോലും മറ്റുള്ളവർക്ക് ഒരു ഉത്തരമായി മാറട്ടെ. പോയിന്റ് 3. രഹസ്യങ്ങൾ സൂക്ഷിക്കുക. കീപ് യുവർ സീക്രറ്റ്സ്. സുഹൃത്തുക്കളെ, ചാണക്യൻ പറയുന്ന അതിശക്തമായ ഒരു തത്വമുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ രഹസ്യങ്ങൾ ഒരിക്കലും മറ്റൊരാൾക്ക് വെളിപ്പെടുത്തരുത്. അത് നിങ്ങളെ നശിപ്പിക്കും. ചാണക്യന്റെ ജീവിതം തന്നെ ഒരു വലിയ രഹസ്യമായിരുന്നു. മഗധ സാമ്രാജ്യത്തെ അട്ടിമറിക്കാനുള്ള തന്റെ പദ്ധതികൾ അദ്ദേഹം തന്റെ ഏറ്റവും അടുത്ത അനുയായികളോട് പോലും പൂർണ്ണമായി പങ്കുവച്ചിരുന്നില്ല. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഒരു ലക്ഷ്യം പൂർത്തിയാകുന്നതിനു മുൻപ് അത് പുറത്തു പറയുന്നത് നിങ്ങളുടെ ശത്രുക്കൾക്ക് ആയുധം നൽകുന്നതിന് തുല്യമാണ് എന്നാണ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് വീമ്പിളക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ശ്രദ്ധ മാറും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസൂയയും തടസ്സങ്ങളും നിങ്ങളുടെ വിജയത്തെ ബാധിക്കും. ചാണക്യനീതി പ്രകാരം ഒരു വ്യക്തിയുടെ അന്തസ്സും ഗൗരവവും വർദ്ധിക്കുന്നത് അയാളുടെ പ്രവൃത്തികൾ ലോകം അറിയുമ്പോഴാണ്, അല്ലാതെ അയാളുടെ വാക്കുകളിലൂടെയല്ല. ചാണക്യൻ പറയുന്നു, ഒരു കാട്ടിലെ സിംഹം ഇരയെ പിടിക്കാൻ പോകുമ്പോൾ ശബ്ദമുണ്ടാക്കാറില്ല. അതുപോലെ നിങ്ങളുടെ വിജയത്തിന് പിന്നിലെ കഷ്ടപ്പാടുകളും ലക്ഷ്യങ്ങളും രഹസ്യമായി വയ്ക്കുക. വിജയം നേടിയ ശേഷം ലോകം അത് ആഘോഷിക്കട്ടെ. നിങ്ങളുടെ ആഴം മറ്റുള്ളവർക്ക് അളക്കാൻ കഴിയാത്തിടത്തോളം കാലം നിങ്ങളുടെ മൂല്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പോയിന്റ് 4. സ്വയം പര്യാപ്തത. സെൽഫ് റിലയൻസ്. സുഹൃത്തുക്കളെ,
ചാണക്യൻ പറയുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്: നിങ്ങളുടെ നിഴൽ പോലും ഇരുട്ടിൽ നിങ്ങളെ കൈവിടും. പിന്നെങ്ങനെയാണ് നിങ്ങൾ മറ്റൊരാളെ വിശ്വസിക്കുന്നത്? ചാണക്യന്റെ ജീവിതത്തിലേക്ക് നോക്കുക. അദ്ദേഹം ചന്ദ്രഗുപ്തനെ വളർത്തിയെടുത്തത് വെറുമൊരു രാജാവായിട്ടല്ല, മറിച്ച് പ്രതിസന്ധികളിൽ ഒറ്റയ്ക്ക് പൊരുതി ജയിക്കാൻ ശേഷിയുള്ള ഒരു പോരാളിയായിട്ടാണ്. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് മറ്റൊരാളെ അമിതമായി ആശ്രയിക്കുന്ന നിമിഷം നിങ്ങൾ അയാളുടെ അടിമയാകുന്നുവെന്നാണ്. സഹായത്തിനായി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസവും അന്തസ്സും അവിടെ ചോർന്നുപോകുന്നു. ചാണക്യനീതിപ്രകാരം സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. സാമ്പത്തികമായും മാനസികമായും നിങ്ങൾ എത്രത്തോളം സ്വതന്ത്രനാണോ അത്രത്തോളം നിങ്ങളുടെ മൂല്യം വർദ്ധിക്കും. നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി കാത്തുനിൽക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ലോകം നിങ്ങളെ ഒരു നേതാവായി കാണാൻ തുടങ്ങും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്നെ സഹായിക്കാൻ ആരെങ്കിലും വരും എന്ന് കരുതി കാത്തിരിക്കരുത്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം ലോകം നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും. പോയിന്റ് 5. പെരുമാറ്റവും മാന്യതയും. ഡിഗ്നിറ്റി ആൻഡ് ബിഹേവിയർ. സുഹൃത്തുക്കളെ, ചാണക്യൻ പഠിപ്പിക്കുന്ന അവസാനത്തെ പാഠം നിങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നു, ഒരു വ്യക്തിയുടെ കുലം നിശ്ചയിക്കുന്നത് അയാളുടെ പെരുമാറ്റമാണ്, അല്ലാതെ ജനിച്ച കുടുംബമല്ല. ചാണക്യൻ അത്യന്തം ഗൗരവക്കാരനായിരുന്നുവെങ്കിലും അർഹിക്കുന്നവരോട് അദ്ദേഹം എന്നും വലിയ വിനയവും മാന്യതയും കാണിച്ചിരുന്നു. ഒരിക്കൽ ചന്ദ്രഗുപ്ത മൗര്യൻ ചക്രവർത്തിയായ ശേഷം ചാണക്യൻ തന്റെ പദവികൾ ഉപേക്ഷിച്ച് ലളിതമായ ഒരു കുടിലിലേക്ക് മാറി താമസിച്ചു. തന്നെ കാണാൻ വരുന്നവരോട് അത് രാജാവായാലും സാധാരണക്കാരനായാലും വളരെ മാന്യമായും വിനയത്തോടെയും മാത്രമേ അദ്ദേഹം സംസാരിച്ചിരുന്നുള്ളൂ. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് വിനയമെന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആഭരണമാണെന്നാണ്. അധികാരവും പണവും കൂടുമ്പോൾ അഹങ്കാരം വരാതെ നോക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. നിങ്ങൾ മറ്റുള്ളവരെ എത്രത്തോളം ബഹുമാനിക്കുന്നുവോ അത്രത്തോളം ആദരവ് നിങ്ങൾക്കും തിരികെ ലഭിക്കും. നിങ്ങളുടെ വിനയം നിങ്ങളുടെ ബലഹീനതയല്ല, മറിച്ച് അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ കരുത്താണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സംസാരിക്കുമ്പോൾ വാക്കുകളിൽ മാന്യത പുലർത്തുക. ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ വേദനിപ്പിക്കാതിരിക്കുക. ഈ മാന്യമായ പെരുമാറ്റം നിങ്ങളെ ശത്രുക്കൾക്ക് പോലും പ്രിയപ്പെട്ടവനാക്കി മാറ്റും. വീഡിയോയുടെ അവസാനം, എൻഡിംഗ്. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ വില വർദ്ധിക്കുമെന്ന് ഉറപ്പാണ്. ചാണക്യനീതിയിലെ ഈ പാഠങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാണക്യലോകം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.